ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ദശകം 30 വാമനാവതാരം. ഈ ദശകം രചിച്ചിരിക്കുന്നത് വസന്തതിലകം എന്ന വൃത്തത്തിലാണ്. ഹരേ നാരായണ. ശക്രേണ സയ്യദിഹതോ ബിബലിർമഹാത്മാ ശുക്രേണ ജീവിതതനുക്രതുവർദ്ധിതോഷ്മാ വിക്രാന്തിമാൻ ഭയനിലീനസുരാം ത്രിലോകീം ചക്രേ വശേ സതവ ചക്രമുഖാദഭീത. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. ശക്രേണ അരശക്രൻ, ഇന്ദ്രൻ. സംയതിഹതോപി യുദ്ധത്തിൽ ഇന്ദ്രൻ വധിച്ചുവെങ്കിലും. ഏത് യുദ്ധത്തിൽ? അമൃതമഥനം കഴിഞ്ഞുണ്ടായ ദേവാസുര യുദ്ധത്തിൽ. ആരെയാ വധിച്ചേ? ബലിർമഹാത്മാ മഹാത്മാവായ ബലിയെ. ശുക്രേണ ശുക്രമഹർഷി. ആരാ ശുക്രമഹർഷി? അസുരഗുരു. ജീവിത തനു ജീവൻ കൊടുത്ത ദേഹത്തോടു കൂടി. എങ്ങനെയാ ജീവൻ കൊടുത്തേ? മൃതസഞ്ജീവനി മന്ത്രം കൊണ്ട്. ക്രതുവർദ്ധിതോഷ്മ യാഗം ചെയ്ത് ബലം വർദ്ധിപ്പിച്ച്. വിക്രാന്തിമാൻ മഹാപരാക്രമിയായിട്ട്. ഭയനിലീനസുരാം പേടിച്ചൊളിച്ചു പോയ ദേവന്മാരോടു കൂടിയ. ത്രിലോകീം 3 ലോകങ്ങളും. ചക്രേ വശേ വശത്താക്കി. സ തവ ചക്രമുഖാദഭീത. സ എന്ന് പറഞ്ഞാൽ അവൻ. ആര്? ബലി. തവ അങ്ങയുടെ. ചക്രമുഖാദഭീത സുദർശന ചക്രത്തിൻ്റെ മുമ്പിലും ഭയമില്ലാത്തവനായി. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? യുദ്ധത്തിൽ ഇന്ദ്രൻ വധിച്ചു എങ്കിലും ശുക്രാചാര്യനാൽ സഞ്ജീവനി മന്ത്രം ഉപയോഗിച്ച് ജീവിപ്പിക്കപ്പെട്ട മഹാപുരുഷനായ ബലി യാഗം ചെയ്ത് വർദ്ധിപ്പിച്ച ശക്തിയോടെ മഹാപരാക്രമിയായി തീരുകയും അങ്ങയുടെ ചക്രായുധത്തെ പോലും ഭയപ്പെടാതെ യുദ്ധം തുടങ്ങുകയും ചെയ്തു. ദേവന്മാരെല്ലാം ഭയം നോടിയ 3 ലോകങ്ങളെയും ബലി തൻ്റെ വശത്താക്കി. മഹാബലിയുടെ ദിഗ്വിജയത്തെക്കുറിച്ചാണ് ഈ 1-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. സത്യത്തിൽ മൃതസഞ്ജീവനി ശുക്രമഹർഷിയുടെ കണ്ടുപിടുത്തമായിരുന്നു. പക്ഷേ അദ്ദേഹം ആരാ? അസുരഗുരുവല്ലേ. അതുകൊണ്ട് അതിൻ്റെ ഗുണം അസുരന്മാർക്കായിപ്പോയി. മാത്രമല്ല നവധ്യോ മേ തവാന്വയ എന്ന് ഭഗവാൻ പ്രഹ്ലാദന് വരം കൊടുത്തിരുന്നു. അതിനാൽ പൗത്രനായ മഹാബലിക്ക് സുദർശനത്തെ ഭയം ഉണ്ടായില്ല. ഹരേ കൃഷ്ണ.